Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Assalatu wassalamu ala ashrafil mursalin wa ala alihi വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, പ്രേമമുള്ള കൂട്ടുകാരെ, ലോകം മുഴുവൻ അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയും തിന്മയും തിരിച്ചറിയാനാവാത്ത വിധം അധപതിച്ച ഒരു സമൂഹത്തിലേക്ക് നന്മയുടെ വെട്ടം പകരാനാണ് നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. തൗഹീദിന്റെ ശബ്ദം പാലിലാകെ മോളിൽ സുടം നാട് വീട് വിട്ടു പോകേണ്ടി വന്ന ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കരുണാക്കടലാണ്. ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും വിട്ടുവീഴ്ച കാണിക്കാനും നമ്മെ മുത്തുനബി പഠിപ്പിച്ചു. ഈ ലോകത്ത് നന്മയെ തിരിച്ചു കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്ത് ആ പുണ്യപ്രവാചകരെ വചനങ്ങളും കർമ്മങ്ങളും മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ് നമ്മളുടെ മുമ്പിലെ ജീവിത വഴി. മാതാപിതാക്കളെ മേൽ ഇത്രമേൽ ഊന്നി പറഞ്ഞ മറ്റൊരു പ്രവാചകനെ നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ആ പ്രവാചകന്റെ ശാശ്വത പാഠങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് അള്ളാഹു ഇനിയും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പുണ്യ പ്രവാചകന്റെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഇനിയും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ആരെ കുറിച്ചാണെന്നറിയുമോ? നമ്മുടെ മുത്തുനബിയുടെ കഥയാണ്. കഥയുടെ പേരാണ് കണ്ണു നനീച്ച കാരുണ്യം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് ഒരു വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ കെട്ടിയിട്ടതായി കണ്ടു. ആ മാൻ നബിയെ കണ്ടതോടെ കരയാൻ തുടങ്ങി. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം അവിടത്തെ തുടച്ചു കൊടുത്തു. എന്നിട്ട് കാര്യം അന്വേഷിച്ചു. ഉടൻ മാൻ പറഞ്ഞു, ആദരവായ നബിയെ, എന്നെ ഇവിടെ ഒരാൾ പിടിച്ചു ബന്ധിച്ചിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾ കാട്ടിലുണ്ട്. അവരിപ്പോൾ വിശന്ന് വിചാരിക്കും നബിയെ. ഞാൻ അവർക്ക് മുലപ്പാൽ കിടത്തുടനെ വേണം. കരച്ചിലടക്കാനാവാതെ തേങ്ങിക്കൊണ്ട് മാൻപേടൊരു വിധം പറഞ്ഞൊപ്പിച്ചു. അതിനെ വിട്ടയക്കും, അത് തിരിച്ചു വരും. എന്നാൽ ആ മനുഷ്യൻ നബിയെ പരിഹസിച്ചു. ഞാൻ പിടിച്ച് ഈ മൃഗത്തിനെ വിട്ടയച്ച അത് തിരിച്ചു വരുന്ന ഉറപ്പുണ്ടോ? എന്നാൽ വേട്ടക്കാരൻ മാനിനെ വിട്ടയക്കാൻ തയ്യാറായി. നബിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ മാൻ തിരിച്ചുപോയി. അത് കുറച്ച് സമയത്തിന് ശേഷം വേട്ടക്കാരനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാമൻ തിരിച്ചെത്തി. നബിക്കും വേട്ടക്കാരൻ സന്തോഷമായി. അത് തിരിച്ചു വിട്ടയച്ചു. മൃഗങ്ങളോടും മനുഷ്യനോടും ലോകത്തിലെ ഹിന്ദിനോടും കാരുണ്യം ചെയ്ത നബിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും കരുണയോടെ നമുക്ക് തരട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ നിർത്തുന്നു. ആരുമില്ലാത്തേകനായി ഭൂമിയിൽ നബിയുള്ള 6 വയസ്സായ കാലത്താറ്റല നബിയുള്ള ആരും മോമിച്ചില്ലെങ്കിലും വളർന്നു. ആടലേന്തില്ലാടുമേച്ച കൊച്ചുമോൻ വളർന്നു. ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല. നേരുമാത്രം ചൊന്നതാലെ സത്യവാന ബാലൻ നേടി അൽ അമീൻ എന്ന ജാതി സത്യശീലൻ. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. അസ്സലാമലൈക്കും. പുന്നാരാ നബിയുടെ മിലാദ് നാള്. കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കിന്ന് സന്തോഷം. മക്കയിൽ പിറന്നുള്ള പുണ്യ റസൂല്, മദീനയിൽ ഉറങ്ങുന്ന തിങ്കൾ ഹബീബ്.
അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാമു അലൈക്കും. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനയോർത്ത് വേദന പോരൂത്ത്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചാണച്ച് ആമിന